നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് എന്റെ ഭർത്താവിനെ തല്ലിച്ചപ്പോ ഈ ഫിലോസഫി ഒന്നും കണ്ടില്ലല്ലോ. എന്നിട്ടിപ്പൊ നിങ്ങൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നോ? നാളമില്ലേ നിങ്ങൾക്ക്? ഒരു ഉപദേശ കമ്മിറ്റിക്കാരുണ്ട്. ഒരാളെ പേപ്പട്ടിയെ പോലെ തല്ലി ചതച്ചപ്പോ ഇവിടെ ഒന്നും ആരും കണ്ടില്ലല്ലോ. മോളെ, എന്താ ഇതൊക്കെ? എല്ലാം ഞാൻ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങട്ടെ എന്ന് കരുതി കാത്തു നിൽക്കായിരുന്നു. ഇവിടെ ഇതിനു മുൻപും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? എല്ലാം നമ്മൾ പരിഹരിച്ചിട്ടുമില്ലേ? അതുപോലെ നമ്മൾ ഒന്നിച്ചു നിന്ന് സമാധാനത്തോടെ സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ എടുത്തുചാട്ടം അത് വേണ്ട മോളെ. അതെ, ചില തെറ്റിദ്ധാരണകളും സ്വാർത്ഥതയും കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. എന്നായാലും സത്യം കയ്യും വെല്ലും തെളിച്ച് പുറത്തു വരും. എല്ലാം ഒന്ന് കേട്ടടങ്ങുന്നത് വരെ നീ എങ്ങും പോവരുത്. എന്ത് കെട്ടടങ്ങാനാ? എല്ലാം കെട്ടടങ്ങിയില്ലേ? എന്റെ കുഞ്ഞിനെ കൊന്നു തള്ളിയ നിങ്ങൾക്ക് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് പതിച്ചു കിട്ടിയില്ലേ? നിങ്ങളുടെ അഭിനയൊന്നും എനിക്ക് കാണണ്ട. അതെ, ഞാൻ പറയുന്നത് വേണ്ട. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഞാനല്ല. പിന്നെ ആരാ? നോക്ക്, 100 കള്ളങ്ങൾ കെട്ടിച്ചമച്ചാലും അത് സത്യമാവില്ല. നിങ്ങൾ പുതിയ കഥകളുടെ മേച്ചിൽപ്പുറം തേടി പോവാ. ആരെന്ത് പറഞ്ഞാലും എന്ത് സത്യം നിരത്താൻ നോക്കിയാലും എനിക്കറിയാം. എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയത് നീ ഒറ്റ ഒരുത്തിയാണെന്ന്. മോളെ, പ്രസവിച്ച് എന്റെ കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ വയറ്റിൽ വെച്ച് ഇല്ലാതാക്കിയ ദുഷ്ട. ലോകത്ത് ഒരു സ്ത്രീക്കും നിന്നെ പോലൊരു ദുഷിച്ച മനസ്സുണ്ടാവില്ല. ഞാനിവിടുന്ന് ഒഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ സുഖിച്ചോ? സുഖിച്ചങ്ങ് ജീവിച്ചോ? എനിക്ക് ഒരർത്ഥത്തില് ഈ ജയിലിൽ നിന്ന് മോചനം കിട്ടുക. അത്രയ്ക്ക് നരകിച്ചിട്ടുണ്ട് ഞാൻ ഈ വീട്ടില്. ആവശ്യമില്ലാത്തതൊന്നും വിളിച്ചു പറയരുത്.